മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന മമ്മൂട്ടി കമ്പനി സിനിമയായ കളങ്കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി മണിക്കൂറുകൾക്കകം വലിയ ചർച്ചയായി കഴിഞ്ഞു. സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെപ്പറ്റിയും സിനിമയുടെ പേരിനെപ്പറ്റിയും ഉയർന്നു വരുന്ന ഊഹാപോഹങ്ങൾ ധാരാളമാണ്. മമ്മൂട്ടിയും വിനായകനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടി വില്ലൻ കഥാപാത്രമായാണ് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വിനായകൻ പോലീസായി എത്തുമ്പോൾ മമ്മൂട്ടി സീരിയൽ കില്ലറായാണ് എത്തുന്നതെന്ന അഭ്യൂഹങ്ങളും ഉണ്ട്. ഈയൊരു പശ്ചാത്തലത്തിലാണ് സിനിമയുടെ പേര് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കളങ്കാവൽ? കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് കളങ്കാവൽ. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിലാണ് കളങ്കാവൽ ചടങ്ങ് പ്രധാനമായും നടക്കുന്നത്. കളങ്കാവൽ എന്ന ഈ ആചാരാനുഷ്ഠാനത്തിൽ ദേവി ദാരികൻ എന്ന അസുരനെ അന്വേഷിച്ച് 4 ദിക്കിലേക്കും യാത്ര ചെയ്യുന്നു. വീടുകൾ സന്ദർശിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു. അവരോട് വിശേഷങ്ങൾ ചോദിച്ചതിന് ശേഷം ദാരികാസുരനെ തിരക്കുന്നു. ഈ സമയത്ത് ഓരോ വീട്ടിലും ഏകദേശം 20 മിനിറ്റ് ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. ഭക്തർ വീടുകൾ വൃത്തിയാക്കി പെയിൻറ് ചെയ്ത് അലങ്കാരങ്ങളൊക്കെ ഒരുക്കി ദേവിയെ സ്വീകരിക്കുന്നു. 3 വർഷത്തിലൊരിക്കൽ വെള്ളായണി അമ്പലത്തിൽ നടക്കുന്ന കാളിയൂട്ടിൻ്റെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. 2 ഭാവങ്ങളിലാണ് ഭദ്രകാളി ദേവി നിലകൊള്ളുന്നത്. 1 സംരക്ഷണത്തിൻ്റെയും 2 കാരുണ്യത്തിൻ്റെയും പ്രതീകമായി ദേവി മാറുന്നു. പ്രദേശവാസികളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കളങ്കാവലിനാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. കളങ്കാവൽ എന്ന ഈ മമ്മൂട്ടി സിനിമയിൽ ഈ കഥയുടെ ഇതിവൃത്തം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാനും തരമില്ല. എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ. ഭ്രമയുഗത്തിൽ നമ്മളെ ഭ്രമിപ്പിച്ചെങ്കിൽ കളങ്കാവലിൽ ഏത് ഭാവമാണാവോ മമ്മൂട്ടി എന്ന ഈ അവതാരം കൈക്കൊള്ളുക? കണ്ടു തന്നെ അറിയണം. 1000 കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടും ഇന്നും കൊതിതീരാതെ പുതുമയുള്ള കഥാപാത്രങ്ങൾക്കായി ദാഹിച്ചു വലഞ്ഞു നടക്കുന്ന ഈ സപ്തതി കഴിഞ്ഞ ചെറുപ്പക്കാരന് കളങ്കാവൽ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ GPS മീഡിയയുടെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.